തുണിയിട്ട് മൂടി വെച്ചേക്കേണ്ട അവസ്ഥയാണ്. ഒരു കൊച്ചുള്ള വീടാണ്. ആ കൊച്ചിന് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇനി 2 ദിവസത്തിനകം പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി പഞ്ചായത്തിന്റെ മുമ്പിലായിരിക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കും? കാണുന്നത് ഒരു കോഴി ഫാമാണ്. കാരണം ഇവിടെ ഈ ചുറ്റുപാടിൽ ഒരു 30ഓളം കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. അപ്പം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിരവധി കോഴി വേസ്റ്റുകളും വിസർജ്യ വസ്തുക്കളും കൊണ്ട് തള്ളി നിരവധി ഈച്ചകൾ മുട്ടയിട്ട് പെരുകി ഇവിടെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥ. ഇതിന് ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ചോറ് കഴിക്കാൻ പറ്റില്ല. 9 മാസം ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് പോലും നന്നായിട്ടൊന്നും ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈച്ചയാണ്. ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്. ആ കോഴി ഫാമിന്റെ ഈച്ച ശല്യമാണ്. ഭയങ്കര ഈച്ച ശല്യമാണ്. ഒരു 10-30ഓളം വീടുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും വീട്ടില് ഇത് തന്നെയാണ് അവസ്ഥ. ഏകദേശം 30ഓളം കുടുംബങ്ങൾ ആഹാരം കഴിക്കാതെയും ഒരു ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. ഇത്രയൊന്നും അല്ല, ഇതിൽ കൂടുതലാണ്. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഇന്ന് അവർക്ക് സ്റ്റോപ്പ് നോട്ടീസ് അയച്ചതാണ്. ഇത് നിർത്തണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് നോട്ടീസ് അയച്ചതാണ്. എന്നിട്ടും ഇതിന് ഒരു നടപടി അവരെടുത്തിട്ടില്ല. അവര് ഈ പേപ്പറിനൊന്നും അവരൊരു വില കൽപ്പിക്കാതെയാണ് ഈ ഫാം ഉടമ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം അവരുടെ ലൈസൻസ് കട്ട് ചെയ്തിട്ട്, എന്നിട്ട് അവർ ഞങ്ങൾ ഇത്രയും പേരെ അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിട്ട് തുണിയിട്ട് മൂടി വെച്ചേക്കേണ്ട അവസ്ഥയാണ്. ഒരു കൊച്ചുള്ള വീടാണ്. ആ കൊച്ചിന് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനകത്ത് ഈച്ച കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും മറച്ചു വെച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. ഒരു ആഹാരം കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ ഡോറുകൾ തുറക്കാനോ ഒന്നിനും പറ്റും. തുറന്നാൽ ഈച്ച മൊത്തം ഈ വീട്ടിനകത്താണ്. ഒരു വകയ്ക്ക് പറ്റുന്നില്ല. നമ്മൾ നിരവധി സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. തലസ്ഥാന നഗരിയിൽ തന്നെ അതീവ പ്രധാന മലയോര മേഖലയായ നെടുമങ്ങാടിലെ പനവൂർ പഞ്ചായത്തിലെ വെങ്കിട്ടക്കാല 5-ാം വാർഡിലാണ് ഇങ്ങനെയുള്ള ദുരവസ്ഥ. നാട്ടുകാർക്ക് തന്നെ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് വഴി സംഭവിക്കുന്നത്. ഇവിടെ ആഹാരമൊന്നും പാചകം ചെയ്യാൻ നിവർത്തിയില്ല. ഈച്ച ശല്യം കരുതി ഒരു വേവിക്കാനും വെക്കണില്ല, കഴിക്കാനും വെക്കണില്ല. എൻ്റെ ചെറുകുട്ടിയെ പോലും ഇവിടെ വരാൻ വെക്കണില്ല. അവർക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നിനും വെക്കണില്ല. 5-6 വർഷം കൊണ്ട് ഇത് അവളടുത്ത് പറയുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എന്താ പട്ടിണിയിരുന്ന് ചാവണോ, അല്ലയോ ഈ വീട് ഉപേക്ഷിച്ച് പോകണമോ? അതാണ് നമുക്ക് അധികാരികളോട് ചോദിക്കാനുള്ള ചോദ്യം. കാരണം ആയിരക്കണക്കിന് ഈച്ചകളാണ് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾക്ക് മുകളിൽ കിടന്ന് പറക്കുന്നത്. അവസ്ഥയാണ് എനിക്കും. നമുക്ക് 3 കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കഥ തുറന്നിടാനോ പറ്റാത്തൊരവസ്ഥയാണ്. പല പ്രാവശ്യം ഇതേപോലെ പരാതി കൊടുത്തിട്ട് അവരിതൊന്നും പരിഗണിക്കുന്നില്ല. നിർധനനായ കുടുംബവും രോഗിയായ ആ ഉമ്മയ്ക്കും സ്വന്തം മക്കളെയോ ചെറുമക്കളെ പോലും വീട്ടിൽ വിളിച്ച് വരുത്തുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ അവസ്ഥ. നിങ്ങൾ തന്നെ കാണാം, ആയിരക്കണക്കിന് ഈച്ചകളാണ് ദൈനം പ്രതി വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഡോർ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാരുടെ ദുരവസ്ഥ. ഇത് ഈ വീട്ടിലെ മാത്രം അവസ്ഥയല്ല, 10-30ഓളം കുടുംബങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് എല്ലാവരുടെ വീടുകളിലും ആഹാരം പാകം ചെയ്യാനോ ഞങ്ങൾക്ക് കഴിക്കാനോ നിവൃത്തിയില്ല. രോഗങ്ങളുള്ളവരാണ് കൂടുതലും. എനിക്ക് കരൾ രോഗമുള്ള ഞാനാണ്. ഒരുപാട് കാലം കൊണ്ട് അലർജി ഇതും കൂടെ ആയി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാണുന്ന വീട്ടിൽ പാചകത്തിന് ആഹാരം വേവിച്ചിട്ട് കഴിക്കാൻ പറ്റാതെ കുഴിച്ചിട്ട് അവരിവിടെ നിന്ന് താമസം മാറിപ്പോയി. ഈച്ച ശല്യം കാരണം ഇതാ ഇനിയിപ്പോ നാളെ ഇത് കണ്ടോളാം. ഒരു നാളെ ഒരു പാല് കാച്ചതിനുള്ള സെറ്റപ്പാണ് ഇവർ ചെയ്യുന്നത്. എന്താവുമെന്ന് അറിയില്ല. തിന്നാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ഇതാ വന്ന് നോക്കിയാൽ ഇത് തുറന്നു നോക്കിയാണ് അത്ര സ്ഥിതിയാണ്. തുറന്നു നോക്കി സാറേ, ഇത് വേണ്ട ഈ വ്യാപിച്ച് വെച്ചിട്ട് തിന്നാൻ വയ്യാത്തൊരവസ്ഥ. സെറ്റിയിൽ കണ്ട നിറയെ ഈച്ചയാണ്. ഇവിടെ ഇരുന്നാണ് എന്റെ മോ ആഹാരം കഴിക്കുന്നത്. TV കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആഹാരം കൊടുക്കും. പക്ഷെ അവൻ 5 വയസ്സായി. ഇന്ന് തന്നെ എന്താ സ്കൂളിൽ പോയില്ല. ജലദോഷമാണ്, എന്നും അസുഖവും. ഇത് എന്നതാ എന്റെ പിറവാണെങ്കിൽ അത്രയും ചൊറിച്ചിലാണ്. ഈച്ച വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെ മേല് ചൊറിഞ്ഞു പൊട്ടയാണ് ചെയ്യണത്. ഒരു ഇതും ഇല്ല. വീട് നാളെ പാല് കാച്ചാനുള്ള വീടാണ്. നോക്കി ഇവിടെ ഇത്രമാത്രം ഈച്ച. ഒന്ന് നോക്കിയേ നിങ്ങൾ. അപ്പൊ ഈ റോഡ് സൈഡിൽ റോഡിൽ നിന്ന് 5 മീറ്റർ മാറിയിരിക്കുന്ന ഈ വീടിൽ ഇത്ര ഈച്ചയാണെങ്കിൽ അങ്ങ് മുകളിലോട്ടുള്ള വീടുകളിലൊക്കെ എന്തായിരിക്കും ശല്യം? ഈ ഒരു വീട് കണ്ടല്ല, നാളെ പാലുകാച്ച് നടക്കേണ്ട വീടാണ്. കാരണം ഇവിടെ നാളെ പാലുകാച്ച് നടക്കുമോ അതോ ഈച്ച വിളമ്പേണ്ട അവസ്ഥ സംഭവിക്കുമെന്ന് നാളെ കണ്ടറിയാം. ഒരു നിവൃത്തിയില്ല. ഇനി 2 ദിവസത്തിനകം പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി പഞ്ചായത്തിന്റെ മുമ്പിലായിരിക്കും.
നെടുമങ്ങാട് ഈ പനവൂർ വെങ്കിട്ടക്കല 5-ാം വാർഡിലാണ് ഈ ദുരവസ്ഥ. ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് അധികാരികൾ പോലും വന്ന് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിലും ആരോഗ്യ മേഖലയിലും കളക്ടറേറ്റ് മുതലായ പഞ്ചായത്തിൽ മുതലായ മേഖലകളിലും കൊടുത്തിട്ട് പോലും അവർ യാതൊരു മേൽ നടപടി സ്വീകരിക്കാതെ ഇപ്പോഴും ഈ ജനങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട ഒരു ദുരവസ്ഥയിലാണ് ഇവിടുത്തെ ജനജീവിതം. ഏരിയയിലെ ഭയങ്കര ഈച്ച ശല്യമാണ്. നേരത്തെ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് വീടുകളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, എല്ലാ വീട്ടിലും കൊച്ചുകുട്ടികളുണ്ട്. കൊച്ചുകുട്ടികൾക്ക് എന്നും അസുഖമാണ്. ഇത് ഭയങ്കര പ്രശ്നമാവും. ഇത് സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അതോറിറ്റികളെ വേണ്ട നടപടി എടുത്തില്ല, ഇത് ഭയങ്കര രൂക്ഷമായ പ്രശ്നമായിട്ട് മാറും. നമുക്ക് പഞ്ചായത്തുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട MLA യും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടണം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വൻ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകും. 5 മാസം കൊണ്ടിവിടെ ജോലി തുടങ്ങിയതാണ്. അപ്പോഴേ വല്ലപ്പോഴും ഭയങ്കര സ്മെല്ലുണ്ട്, ഭയങ്കര രീതിയിലുള്ള സ്മെല്ലുണ്ട്. ഈച്ചയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പി കുടിക്കാനോ ചോറ് തിന്നാൻ പറ്റില്ല. ഒരു തീരെ വാരി കഴിക്കുമ്പോൾ ഒരു കുറെ ഈച്ച വന്ന് ചോറിലും കറികളിലും എല്ലാം പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് വേറെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ കഴിക്കേണ്ടി വന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഓണർ ഇവിടെ പുള്ളിക്കാരെ ഇവിടെ അല്ലേ, പുള്ളി UK യിലാണ് താമസിക്കുന്നത്. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ വീട് വെച്ചിട്ട് എങ്ങനെ ഇതിനകത്ത് കയറി കിടക്കുമെന്നാണ് പുള്ളിയെടുത്ത്. വല്ല സൊല്യൂഷനും ഉണ്ട് നിങ്ങൾ പഞ്ചായത്തിനാകുമ്പോൾ പഞ്ചായത്തിലേക്ക് അറിയിച്ചിട്ട് ഒരു സൊല്യൂഷനും ഇല്ല. നമ്മൾ വേറെ രീതിയിലൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന പരിഹാരമായിട്ട് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആൾ താമസമുണ്ട്. ഇപ്പൊ എല്ലാവരും ഇല്ല, ഈ പണിക്കൊക്കെ പോയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്ത്, സെക്രട്ടറിക്ക് പരാതി കൊടുത്ത്, കളക്ടർ ഹെൽത്തിൽ കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത്, ഇനി ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മുമ്പിലോ ചെന്നിരുന്ന് നമുക്ക് ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നവരെ ഞങ്ങൾ ഇനി ഇറങ്ങും. അല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗവുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഈച്ചശല്യം. കാരണം ഇതിനെതിരെ ശക്തമായ നടപടികളും പരിഹാരങ്ങളും ഇല്ലാതെ പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഈ നാട്ടിലെ അവസ്ഥ. നിരവധി പരാതികൾ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ആരോഗ്യവകുപ്പിലും കൊടുത്തിട്ട് പോലും ഒരു പരിഹാരം കാണാതെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഈ വീട് വിട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഈ നാടിന്റെ അവസ്ഥ. ജീവിതത്തിന് വേണ്ടിയുള്ള അവസാന ഘട്ടത്തിൽ ഇതനുസരിച്ച് അവർ ഒരു പ്രക്ഷോഭത്തിലോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. കാരണം അവർക്കും ജീവിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ടൈംസ് ടുഡേക്ക് വേണ്ടി ക്യാമറമാൻ സജീവിനോടൊപ്പം രാജേഷ്.